Hey guys, welcome back to another video. Ranjit here. സോ നമ്മുടെ മിഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വീഡിയോ സീരീസിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ ലെക്ചറാണിത്. ആദ്യ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വസ്തുതകളും അതിനെക്കുറിച്ചാണ്. സോ എവറിത്തിങ് യു നീഡ് ടു നോ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പോസ്റ്റ് അതായിരിക്കും നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭിക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിൻ്റെ നേച്ചർ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനിലുടനീളം നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് മാറേണ്ടതും ഈ വസ്തുതകളാണ്. എനിവേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുകയാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചുരുക്കം ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞൊരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. അതായത് ഈ ഒരു മിഷൻ എന്നുള്ളത് ഒരു സെറ്റ് ഓഫ് വീഡിയോസ് എന്ന രീതിയിൽ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് മാത്രം പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതൊരു വെർച്വൽ വർക്ക്ഷോപ്പ് പോലെയാണ്. അതായത് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഈ ഒരു എക്സാമിനേഷൻ്റെ ആസ്പെക്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള വസ്തുതകൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ PDF രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനലിൻ്റെ ഭാഗമാവുക. അതോടൊപ്പം തന്നെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ ഈ ഒരു പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, AG's ഓഫീസ്, ലോക്കൽ ഫണ്ട് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ്. ഇത്രയും ഓഫീസസിലാണ് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്താൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുക. ഇവിടെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒന്നാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ പോപ്പുലറായിട്ട് ഈ ഒരു പോസ്റ്റിനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന രീതിയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പോസ്റ്റിൻ്റെ നെയിം അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 39,300 to 83,000 ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന 39,300 എന്നുള്ളത് ബേസിക് പേ ആണ്. ഓഫ് കോഴ്സ് ഇതോടൊപ്പം DA, HRA തുടങ്ങിയ കാര്യങ്ങളുണ്ട്. സോ ഗ്രോസ് സാലറി ക്ലോസ് ടു 50,000 വരുന്ന അത്രയധികം അട്രാക്റ്റീവ് സാലറി ഉള്ള ഒരു പോസ്റ്റാണിത്. കൂടാതെ ഇത് ഞാൻ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ നിലവിലുള്ള സാലറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ വാർഷികമായിട്ടുള്ള ഇൻക്രിമെൻ്റ് ഉണ്ട്. സാലറിയിൽ നോർമലായിട്ടൊരു ഹൈക്ക് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇത് 11th പേ കമ്മീഷൻ പ്രകാരമുള്ള സ്കെയിലാണ്. അടുത്ത പേ റിവിഷൻ വരുമ്പോൾ വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതിന് മുൻപുണ്ടായിരുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 27,800 എന്നുള്ളതായിരുന്നു. അത് ഇൻക്രീസ് ചെയ്താണ് 11th പേ കമ്മീഷനിലൂടെ 39,300 എന്നതായിട്ട് മാറിയിട്ടുള്ളത്. സോ അടുത്ത റിവിഷനൊക്കെ വരുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഹൈക്ക് തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ചുരുക്കത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ഉള്ള ഒരു പോസ്റ്റാണിത്. ഇനി ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എലിജിബിലിറ്റി കണ്ടീഷൻസിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് ഏജ് ലിമിറ്റ് ആണ്. 18 to 36 ആണ്. മറ്റേതൊരു പൊതുപരീക്ഷയെ പോലെ തന്നെ 18 to 36 ആണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന ഘട്ടത്തിൽ PSC തന്നെ അവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. അതായത് ബിരുദം യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ തന്നെ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ എക്സൈറ്റഡ് ആവുന്ന ഒരു പോസ്റ്റാണിത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ജോലിയുടെ നേച്ചറിനെ കുറിച്ചും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണുന്നത്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന രീതിയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാം. എന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിവേ, ജോലിയുടെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്നൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജനറലി ഈ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ മെഷീനറിയാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ചേർന്നെടുക്കുന്ന പോളിസീസ് അല്ലെങ്കിൽ പ്ലാൻസ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു മെഷീനറിയാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഈ സെക്രട്ടേറിയറ്റ് സർവീസിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടേറിയറ്റ്, ലോ സെക്രട്ടേറിയറ്റ്, ഫിനാൻസ് സെക്രട്ടേറിയറ്റ്, അതോടൊപ്പം തന്നെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്.
ചുരുക്കത്തിൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ നിയമനിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ പോളിസി മേക്കിങ്ങിനും ഒക്കെ അസിസ്റ്റ് ചെയ്യുക, അങ്ങനെ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ മറ്റുള്ള സ്റ്റേറ്റ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇതെല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ മെഷീനറിയാണ് ഈ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെക്രട്ടേറിയറ്റിനെ ഭരണസിരാ കേന്ദ്രം എന്ന രീതിയിലൊക്കെ പറയുന്നത്. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും പവേഴ്സുമുള്ള ഒന്നാണ് സെക്രട്ടേറിയറ്റ് സർവീസ് എന്നുള്ളത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് പ്രൊമോഷൻസ് എന്നൊരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം അത്തരത്തിൽ ഗ്രോത്ത് ഉള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള ഈ ഒരു ജോബ്. ജോലിയിൽ പ്രവേശിക്കുന്നത് അസിസ്റ്റന്റ് എന്ന രീതിയിലാണ്. എന്നാൽ ആ കരിയർ ഗ്രോത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അസിസ്റ്റന്റ് എന്നത് ബേസിക്കലി ക്ലറിക്കൽ നേച്ചറിലുള്ള ജോലികൾ ചെയ്യേണ്ട അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. അതായത് ഈ സെക്രട്ടേറിയറ്റ് സർവീസിലേക്കുള്ള ഒരു എൻട്രി ലെവൽ കേഡർ എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് അസിസ്റ്റന്റ് എന്നുള്ള പൊസിഷൻ. എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷൻസ്, ക്രൂഷ്യൽ ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം തന്നെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിലുള്ള ചില സീനിയർ ഗ്രേഡ് പോസ്റ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ ഗ്രേഡ് പോസ്റ്റുകൾ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. മേജർ ആയിട്ടുള്ള പ്രൊമനന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും പേ സ്കെയിൽ ഞാനിവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് സെക്ഷൻ ഓഫീസറാണ്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇതിനിടയിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അതോടൊപ്പം തന്നെ സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. എങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ എന്ന പദവിയിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു പോസ്റ്റാണ് സെക്ഷൻ ഓഫീസർ എന്നുള്ളത്. ക്ലറിക്കൽ നേച്ചറിൽ നിന്നും മാറി നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ലഭിക്കുന്ന ഒരു എൻട്രി ലെവൽ ഗസറ്റഡ് പോസ്റ്റാണിത്. അതിനുശേഷമുള്ള 3 പോസ്റ്റുകൾ നമുക്ക് ഒരുമിച്ച് പറയാം. ആദ്യത്തേത് അണ്ടർ സെക്രട്ടറി, അതിനുശേഷം ഡെപ്യൂട്ടി സെക്രട്ടറി, ദെൻ ജോയിന്റ് സെക്രട്ടറി. ഹിയർ യു എൻജോയ് ദ റിയൽ പവർ. സർക്കാർ സർവീസിൽ ഇത്തരത്തിലുള്ള സെക്രട്ടറി ലെവൽ പൊസിഷൻസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഇനി അടുത്ത 2 പോസ്റ്റുകൾ എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ സെക്രട്ടറി എന്നിവയാണ്. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്ന് നമുക്ക് പറയാവുന്ന പോസ്റ്റുകളാണ്. ഈവൻ IASന് ശേഷവും ലഭിക്കാവുന്ന, അതായത് സിവിൽ സർവീസ് നേടിയതിനു ശേഷം ആളുകൾക്ക് ലഭിക്കുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള പോസ്റ്റുകളിൽ പെട്ടവയാണ് ഇവയെല്ലാം തന്നെ. അതായത് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും സ്പെഷ്യൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് എത്തും എന്നുള്ളതല്ല. എന്നാൽ വളരെ യങ് ഏജിൽ അസിസ്റ്റന്റ് ആയിട്ട് നിയമനം നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള പോസ്റ്റുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് എന്ന പോസ്റ്റ്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിലും സമാന രീതിയിൽ തന്നെയാണ് ഈ ഡെസിഗ്നേഷൻസ് ഉണ്ടാവുക. ജോലിയുടെ നേച്ചറിലും അത്തരത്തിലുള്ള ചെറിയ ചില ഡിഫറൻസുകൾ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ്, വൈ ഇറ്റ് സോ സ്പെഷ്യൽ, എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ജോലി ഇത്രയധികം സ്പെഷ്യൽ ആവുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് സാധാരണഗതിയിൽ ഏതൊരു സർക്കാർ സർവീസിലുമുള്ള ജോബ് സെക്യൂരിറ്റി, അതോടൊപ്പം തന്നെ പ്രസ്റ്റീജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓഫ് കോഴ്സ് ഇതുമായിട്ടും ബന്ധപ്പെടുത്തി നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുമൊക്കെ ഉപരി ഈ ഒരു പർട്ടിക്കുലർ ജോലിയുടെ ഒരു നേച്ചർ എന്താണ്, അവിടെയുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, പവേഴ്സ് എന്താണ്, ഈ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സംസ്ഥാനത്തിൻ്റെ ഒരു പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ലഭ്യമാവുക. സാലറി എന്നുള്ളത്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റി എന്നുള്ളതൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ട് പറയാവുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണത്. എന്നാലും സർക്കാർ സർവീസ് എന്നൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ലഭിക്കുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ജോലി കൂടിയാണിത്. അതായത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഉള്ള ഒരു ജോലിയല്ല. അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ളൊരു സംശയമാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിച്ചാൽ അവിടെ തന്നെ സ്റ്റക്കായി പോകുമ്പോൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തപോലെ തന്നെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ട്, ഡെപ്യൂട്ടേഷൻ സാധ്യതകളുണ്ട്, മ്യൂച്വൽ ആയിട്ടുള്ള ട്രാൻസ്ഫറിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു ജോലിയിലൂടെ ലഭ്യമാകും. കൂടാതെ സാമാന്യം വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഇറങ്ങാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ജോലി എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് എന്ന രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്ത വസ്തുതകളാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, വൈ ഇറ്റ് ഈസ് സോ സ്പെഷ്യൽ ഫോർ യു എന്നൊരു വസ്തുതയാണ്. ഇത്രയധികം പ്രത്യേകതകളുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു ജോലിക്ക് വേണ്ടി തീർച്ചയായിട്ടും ആസ്പിരൻസ് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യും. അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, ഞാനും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്ന ഒരു ആറ്റിറ്റ്യൂഡിലൊന്നും നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 100% കൊടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്,
നിങ്ങളുടെ കരിയറിൽ അത് എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക, അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുക. ഈ കാര്യങ്ങളാണ് പ്രിപ്പറേഷനിലുള്ള മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് മാറേണ്ടത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങളുടെ ഒരു ഡ്രീം സ്വന്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പ്രിപ്പറേഷന് മുൻപ് തന്നെ നിങ്ങൾ എത്തേണ്ടതുണ്ട്. സോ അത്തരത്തിൽ നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ട ചില ചോദ്യങ്ങൾ നമ്മൾ PDF രൂപത്തിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു സെൽഫ് അഫർമേഷൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാവുന്നതാണ്. അവിടെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടേതായ രീതിയിൽ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു പിക്ചർ ലഭിക്കും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നൊരു വസ്തുത. ആൻഡ് പ്ലീസ് ഡു ജോയിൻ us on ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. വളരെ റാൻഡം ആയിട്ടുള്ള അത്തരത്തിലുള്ള അപ്ഡേറ്റ്സോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കത് ആ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതെല്ലാം തന്നെ കോമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോയുടെ ആദ്യ ഘട്ടത്തിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഏറ്റവും അധികം ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ അവിടെ കമന്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതിനനുസരിച്ചുള്ള വീഡിയോ സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അതും വളരെ വ്യക്തമായിട്ട് കോമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ചിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.